ഈ ഒരു അവസാനത്തുള്ള ഒരു ഈസി വിന്നിനുള്ള കംപ്ലീറ്റ് ആ ഒരു ബേസ് കൊടുത്തത് സൂര്യവംശിയുടെ ആ ഒരു നോക്ക് തന്നെയാണ്. അത് മറന്നു പോകാനേ പാടില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് മാച്ച് കാണുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് നേരം ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു സൂര്യവംശിനെ. കാരണം സൂര്യവംശിയുടെ ആ ഒരു അടി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ കളി പ്രത്യേകിച്ച് അടുപ്പിച്ച് വിക്കറ്റ് പോകുന്ന സമയത്ത് ചിലപ്പോൾ കളി വേറെ രീതിയിൽ പോവേണ്ടി വന്നേനെ. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ വർഷത്തെ RRന്റെ ടീം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. 4 മാച്ച് കളിച്ചു, 4ലും ജയിച്ച് ഇപ്പം നിൽക്കാണ് ഒന്നാം സ്ഥാനത്ത് തന്നെ. ഒരു തരത്തിലും അവർക്ക് ഒരു ടീമും അവരെ പേടിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇതുവരെയുള്ള എല്ലാ മാച്ചിലും കാണാൻ പറ്റിയത്. അത് ബോളിങ്ങിലാണെങ്കിലും ശരി, ബാറ്റിങ്ങിലാണെങ്കിലും ശരി. കാരണം ബോളിങ്ങിന്റെ സമയത്താണെങ്കിലും അവർ നന്നായിട്ട് തന്നെ ബോൾ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ക്യാപ്റ്റൻസിയിൽ തന്നെയാണ് ആ ഒരു ബോളിംഗ് പോകുന്നത്. കാരണം 201 റൺസ് എടുത്തതിൻ്റെ അകത്ത് കറക്റ്റ് ടൈമിങ്ങിലുള്ള വിക്കറ്റുകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ജോഫ്ര ആർച്ചറാണ് എപ്പോഴും ഫസ്റ്റ് ബോൾ ചെയ്യുന്നത്. ആള് കറക്റ്റ് തുടക്കത്തിൽ തന്നെ ആ ഒരു വിക്കറ്റ് എടുത്തിട്ട് കളീനെ എപ്പോഴും RRന്റെ അടുത്ത് എത്തിക്കാറുണ്ട്. അത് ഇന്നും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ഓൺ ടൈമുകളിൽ വന്നിട്ട് രവിഷ്ണയെ ഓരോ വിക്കറ്റുകൾ എടുത്ത് 2 വിക്കറ്റ് ഉണ്ടായിരുന്നു. ആർച്ചറിന് 2 വിക്കറ്റ് ഉണ്ട്, സന്ദീപ് ശർമ്മ ഒരു വിക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് രവീന്ദ്ര ജഡേജയ്ക്ക് ഒരു വിക്കറ്റ് ഉണ്ട്, ബ്രിജേഷ് ശർമ്മയ്ക്ക് 2 വിക്കറ്റ് ഉണ്ട്. ഏകദേശം വന്നവരൊക്കെ ആ ഒരു വിക്കറ്റുകൾ എടുത്ത്, പക്ഷേ കുറച്ചുപേരൊക്കെ അത്യാവശ്യം റൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുഴപ്പമില്ലാണ്ട് എക്കണോമിയിൽ ബോൾ എറിഞ്ഞ് നമ്മൾ രവീന്ദ്ര ജഡേജയും രവിഷ്ണയാണ്. ബാക്കി എല്ലാവർക്കും ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊണ്ടിട്ടുണ്ട്. പക്ഷേ വിക്കറ്റുകൾ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് RCBയുടെ ഇന്നത്തെ 8 വിക്കറ്റ് പോയതും. അത് മാത്രമല്ല, അവർക്കൊരു ഇമ്പാക്ട് പ്ലെയറിനെ വരെ ഇറക്കേണ്ട ഒരു സ്റ്റേജിലോട്ട് വന്നതും. കാരണം ഒരു ബോളറെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു ബാറ്റ്സ്മാൻ ഇറങ്ങുന്നത്. അപ്പൊ ആ ഒരു സാക്രിഫിക്കേഷൻ വന്നതിന്റെ കാരണം പോലും ഇന്ന് RRന്റെ കറക്റ്റ് ടൈമിങ്ങിലുള്ള ആ ഒരു വിക്കറ്റുകൾ എടുത്തതിന്റെ ഒരു ഫലമാണ്. RCBയുടെ ബാറ്റിങ്ങിലോട്ട് എത്തുന്ന സമയം ആദ്യത്തെ ഓപ്പണിംഗ് പ്ലെയർ ആയിട്ടുള്ള ഫിൽസാട്ടിന് അധികം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ കോഹ്ലി കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു സ്കോർ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കണ്ടിന്യൂസ് വിക്കറ്റിന്റെ ഒരു ഫോൾ ആണ് ഉണ്ടായിരുന്നത്. ആ വിക്കറ്റുകൾ പോയി കഴിഞ്ഞപ്പോൾ തന്നെ RCB ഒന്ന് ഡൗൺ ആയിരുന്നു. എങ്ങനെയെങ്കിലും കഷ്ടിച്ചൊരു 160 എടുക്കുന്ന ഒരു സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത് മാച്ച്. പക്ഷെ അവിടെ രജത് പാട്ടിദാർ ആദ്യം ഒന്ന് ആങ്കർ ഇന്നിങ്സ് കളിച്ച് പിന്നീട് അങ്ങോട്ട് വെടിക്കെട്ട് പോലെ സിക്സുകൾ അടിച്ചിട്ട് കളീനൊന്ന് മാറ്റി പിടിച്ചൊരു ഗിയർ ഷിഫ്റ്റ് നടത്തി. ആളുടെ ആ ഒരു കറക്റ്റ് ടൈമിലുള്ള ഇടപെടൽ കൊണ്ടാണ് ശരിക്കും 200 മേലുള്ള ആ ഒരു സ്കോറിലോട്ട് എത്തിയത്. 40 ബോളിൽ 63 റൺസാണ്, 4 6 4 4 വെച്ചിട്ടാണ് രജത് പാട്ടിദാർ അടിച്ചത്. പാട്ടിദാർ ഒരു കിടിലൻ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇന്നിങ്സ് തന്നെയാണ് ഓരോ മാച്ചിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളെ വെങ്കടേഷ് അയ്യർ. ശരിക്കും ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് വന്നത്. ആളുടെ ശരിക്കും ഒരു ബാറ്റിംഗ് ഓർഡറേ അല്ലത്. അവിടെ ഏകദേശം 7ാമത്തെ പൊസിഷനിലായിട്ടാണ് ആള് 8ാമത്തെ പൊസിഷനിലായിട്ടാണ് ആള് ഇറങ്ങിയത്. അപ്പോൾ ഒട്ടും ആളുടെ ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സോണേ അല്ല ഇറങ്ങിയ സ്ഥലം. പക്ഷെ എന്നാലും ആള് ആദ്യം ഒന്ന് സ്റ്റാൻഡായി നിന്ന് ഒന്ന് മെല്ലെ ഒന്ന് കളിച്ചു തുടങ്ങിയ ശേഷം പിന്നീട് ലാസ്റ്റത്തെ ഓവറുകളിൽ ഗംഭീർ, പ്രത്യേകിച്ച് ലാസ്റ്റ് ഓവറിൽ അടിപൊളിയായിട്ട് അടിച്ചിട്ടാണ് ശരിക്കും 200 മേലെ സ്കോർ എത്തിച്ചത്. 15 ബോളിൽ 29 റൺസ്, 2 6ഉം ഒരു 4ഉം ആ ഒരു ടൈമിൽ അടിച്ച്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാമിയോ നമ്മുടെ റൊമാരിയോ ഷെപ്പേർഡിന്റെ ഉണ്ടായിരുന്നു. ബോളിങ്ങിലാണെങ്കിലും ഭുവനേശ്വർ കുമാർ കുഴപ്പമില്ലാതെ തന്നെ ബോൾ എറിഞ്ഞു. പക്ഷേ ഇന്ന് വിക്കറ്റ് കിട്ടിയില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്തത്. അതുപോലെ റൊമാരിയോ ഷെപ്പേർഡും കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾ എറിഞ്ഞു. വിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഹേസൽവുഡ് വിക്കറ്റ് എടുത്തെങ്കിലും 2 വിക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ റൺസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കളിയിൽ വലിയൊരു ഇമ്പാക്ട് കൊടുത്തത് ശരിക്കും കൃണാൽ പാണ്ഡ്യയായിരുന്നു. കാരണം 2 വിക്കറ്റ് അടുപ്പിച്ച് എടുത്തിട്ട് ശരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ സൂര്യവംശിനെയും അതുപോലെ തന്നെ നെക്സ്റ്റ് ബോളിൽ തന്നെ ഹെഡ്മേറിന്റെ വിക്കറ്റ് അടുപ്പിച്ച് 2 വിക്കറ്റ് എടുത്തിട്ട് കളിയിലൊരു ഗംഭീര ഇമ്പാക്റ്റും അതുപോലെ തന്നെ